കേരളത്തിലും രാജ്ഭവന്റെ പേരുമാറ്റൽ നടപടി തുടങ്ങി. ലോക് ഭവൻ എന്നാക്കുന്നതിന് മുന്നോടിയായി നിലവിലെ ബോർഡുകൾ എടുത്തുമാറ്റി. വിജ്ഞാപനം ഇന്നിറങ്ങും. അതിനുശേഷം പുതിയ ബോർഡ് വയ്ക്കും. വിജിൻ വായന്തോട് വിവരങ്ങളുമായി ചേരുന്നു. വിജിൻ, ഇത് വലിയ ചടങ്ങായിട്ടാണോ നടക്കുന്നത്? അജിംസ്, അങ്ങനെ വലിയ ചടങ്ങായിട്ടില്ല. ഇന്ന് ഇപ്പോൾ ഗവർണർ ഇന്ന് കേരളത്തിൽ തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഗവർണർ എത്തിയ ശേഷം വിജ്ഞാപനം ഇറക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ആ വിജ്ഞാപനം ഉടൻ ഇറങ്ങും. ഇപ്പോൾ നിലവിൽ രാജ്ഭവൻ എന്ന പേര് ഗവർണറുടെ രാജ്ഭവന്റെ മുമ്പിലത്തെ ബോർഡ് ഉൾപ്പെടെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അകത്ത് രാജ്ഭവൻ എഴുതിയ ബോർഡുകളും ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം വിജ്ഞാപനം ഇറങ്ങുകയും അതിനുശേഷം ലോക് ഭവൻ എന്നുള്ള ബോർഡ് സ്ഥാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് രാജ്ഭവൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനപ്രകാരമാണ് നിലവിൽ രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതികളുടെ പേര് മാറ്റാനുള്ള തീരുമാനം എടുത്തിരുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള വിജ്ഞാപനമാണ് നിലവിൽ ഇറക്കാനിരിക്കുന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ പൈതൃകം പേറുന്ന അത് എന്ന് വിലയിരുത്തിയാണ് കേരളത്തിലെ ഉൾപ്പെടെയുള്ള രാജ്ഭവനുകളുടെ പേര് ലോക് ഭവനാക്കി മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം. ആസാമും അതുപോലെ തന്നെ ബംഗാളും നേരത്തെ തന്നെ പേര് മാറ്റി വിജ്ഞാപനം ഇറക്കുകയും ചെയ്തിരുന്നു.